എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. നമ്മുടെ ഓണം കുക്കിംഗ് സീരീസ് ഇവിടെ തുടങ്ങുകയാണേ. ആദ്യത്തെ ഐറ്റം തന്നെ പപ്പടമാണ്. പപ്പടം മാത്രമല്ല 25ഓളം ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ സദ്യയുടെ പ്രത്യേകത എന്തെന്നാൽ ഇത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കേട്ടോ. അങ്ങ് തിരുവിതാംകൂർ മുതൽ ഇങ്ങ് മലബാർ വരെയുള്ള എല്ലാ വെറൈറ്റി ഓഫ് ഡിഷസും എന്റെ സദ്യയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങ് ട്രിവാൻഡ്രത്തുള്ള ബോളിയും പാലക്കാടുള്ള വെണ്ടയ്ക്ക പുളിയും മലബാറിലുള്ള ഞങ്ങളുടെ സ്വന്തം ഉപ്പേരികളും എല്ലാം ഇതിൽ കാണാം. എന്നാൽ കഴിയുന്ന വിധം എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ടുള്ള വീഡിയോസ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും കൂടാതെ ഓരോ ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഓണത്തിന് ഷൈൻ ചെയ്യാം. എന്നാൽ ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ ആദ്യത്തെ ഐറ്റമായ പപ്പടത്തിലേക്ക് കടന്നാലോ. പപ്പടത്തിന്റെ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് 1 കപ്പ് ഉഴുന്ന് നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കണം. പിന്നെ മാവ് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പാണ് 1 കപ്പ് അളവിലുള്ള ഉഴുന്നിന്. പിന്നെ ബേക്കിംഗ് സോഡ, അതൊരു 1/2 ടീസ്പൂൺ മതി. നല്ലെണ്ണയും നമുക്ക് ആവശ്യമായിട്ട് വരും മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത്. പിന്നെ കുറച്ച് മൈദയും. ഇത്രയുമാണ് പപ്പടം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ഒരു മിക്സിയുടെ ജാർ എടുത്ത് നേരത്തെ മാറ്റി വെച്ച ഉഴുന്ന്, അതായത് നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് പിന്നെ ഒന്ന് ഉണക്കി എടുത്തിട്ടില്ലേ, ആ ഒരു ഉഴുന്ന് എടുത്തിട്ട് നന്നായിട്ട് പൊടിക്കണം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഉഴുന്ന് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ബേക്കിംഗ് സോഡ, അതൊരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് സ്പൂണ് വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുഴയ്ക്കാൻ തുടങ്ങാം. മാവ് കുഴയ്ക്കാൻ ആവശ്യമില്ല വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഴയ്ക്കാൻ തുടങ്ങാം. ഇത് കാണുന്ന പോലെ അത്ര സിമ്പിൾ പരിപാടിയല്ല, നന്നായിട്ട് ബലം പ്രയോഗിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ നല്ല ടഫാണ് ഈ ഒരു മാവ് കുഴച്ചെടുക്കുക എന്ന് പറയുന്നത്. നല്ല ഹാർഡായിട്ടിരിക്കും. ഇത് ഇടിക്കുന്ന എന്തെങ്കിലും ഒരു സാധനമൊക്കെ വെച്ചിട്ട് വേണം പരത്തി എടുക്കാനായിട്ട്. എൻ്റെ അമ്മയാണ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തത്. എനിക്കത് ഒറ്റയ്ക്ക് കഴിയുന്നുണ്ടായില്ല. കുറച്ച് നല്ലെണ്ണയും കൂടെ പുരട്ടിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ അവസാനം അമ്മയുടെ ഹെൽപ്പോട് കൂടി ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് വെയിലത്ത് വെക്കണം. തിരിച്ചിട്ടും മറിച്ചിട്ടും കുറച്ച് നേരം വെയിലത്ത് വെച്ചാൽ മതി. നല്ല വെയിലാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി ഉണക്കിയെടുത്ത പപ്പടം ഒന്ന് നമുക്കൊന്ന് പൊരിച്ചെടുത്താലോ. പപ്പടം പൊരിക്കുക, പപ്പടം കാച്ചുക, അങ്ങനെ പപ്പടം വറുക്കുക, അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. അതിലേതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചാൽ ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പപ്പടം ഇവിടെ സക്സസ്ഫുൾ ആയി വന്നിട്ടുണ്ട്. വളരെ മെനക്കെട്ട ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. മാവ് കുഴച്ച് പരത്തുക എന്ന് പറയുന്നത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എൻ്റെ അമ്മയ്ക്ക് ആ ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത്. അതേ വെളിച്ചെണ്ണയിലേക്ക് ഇതേ കുറച്ച് സ്നാക്സും കൂടെ നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ഐറ്റമായിട്ട് കാണാം. അപ്പൊ എല്ലാവരും എൻ്റെ ഓണം കുക്കിംഗ് വ്ലോഗ് സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.